സിസ്റ്റർ തെരേസ് ചെറുവിള്ള മെഡിക്കൽ മിഷൻ സന്യാസ സഭയിലെ അംഗമാണ്. IHM ഹോസ്പിറ്റൽ ഭരണങ്ങാനം മേരിഗിരി ഓൾട്ടർനേറ്റീവ് തെറപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ അക്കുപങ്ക്ചർ, അക്കുപ്രഷർ, സൈക്കോബയോ അക്യുപ്രഷർ, മാഗ്നറ്റോതെറപ്പി, ഓറക്കുലർ തെറപ്പി, സെനാർ, സെറാജം തുടങ്ങിയ മരുന്നില്ലാത്ത ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നു. മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അനുദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ മാനസിക വികാരങ്ങളെ തന്തുലാവസ്ഥയിലാക്കാൻ ഒരു ലളിതമായ എക്സർസൈസ്. കഴിഞ്ഞ 15 വർഷക്കാലം ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീലിലും വെനസ്വലയിലും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ ഫലപ്രദമായി കണ്ട ഒരു എക്സർസൈസാണ് ഇത്. നമ്മുടെ കൈവിരലുകൾ നമ്മുടെ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഓരോ വിരലും ഓരോ വികാരത്തെ സൂചിപ്പിക്കുന്നു. പെരുവിരൽ ഉത്കണ്ഠ, ചൂണ്ടുവിരൽ ഭയം, നടുവിരൽ കോപം, മോതിരവിരൽ സങ്കടം, ചെറുവിരൽ ഭാവന ഫാൻറ്റസി. നമ്മുടെ കൈവിരലുകൾ നമ്മുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് കാണിച്ചു തരും. ഈ കൈവിരൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ എക്സർസൈസ് നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ചെയ്യാവുന്നതാണ്. ഇടത്ത് കൈ നാഭിക്ക് മുകളിലായി പിടിച്ച് വലത്ത് കൈ പെരുവിരലിനെ അല്പം അമർത്തി പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെരുവിരലിനെ ഒന്ന് അമർത്തി പിടിച്ച് നോക്കൂ. നാഡിയിടിപ്പ് കിട്ടുന്നിടം വരെ പിടിച്ചുകൊണ്ടിരിക്കുക. നാഡിയിടിപ്പ് കിട്ടിക്കഴിയുമ്പോൾ ചൂണ്ടുവിരലിനെ പിടിക്കുക. ചൂണ്ടുവിരലിലും നാഡിയിടിപ്പ് അനുഭവപ്പെടുമ്പോൾ നടുവിരലിനെ പിടിക്കുക. നടുവിരലിലും പൾസേഷൻ അനുഭവപ്പെടുമ്പോൾ മോതിരവിരലിനെയും ചെറുവിരലിനെയും പിടിക്കുക. ഇങ്ങനെ 5 വിരലും പിടിച്ചതിന് ശേഷം വലത്ത് കൈ നാഭിക്ക് മുകളിലായി പിടിച്ച് ഇടത്ത് കൈ കൊണ്ട് പെരുവിരലിനെ പിടിക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ 5 വിരലും പിടിച്ചതിന് ശേഷം ഏത് വിരലിനാണ് പൾസേഷൻ കിട്ടാൻ കൂടുതൽ കാലതാമസം എടുത്തത് എന്ന് ശ്രദ്ധിക്കുക. ഏത് വിരലിനാണോ കൂടുതൽ സമയം എടുത്തത് ആ വിരലിനെ പ്രതിനിധീകരിക്കുന്ന വികാരമായിരിക്കും ഇപ്പോൾ നിങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഉദാഹരണമായിട്ട് നടുവിരലിനാണ് കൂടുതൽ സമയം എടുത്തതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിട്ട് നിൽക്കുന്ന വികാരം കോപമായിരിക്കും. ഇന്നത്തെ ദിവസം ആരോടെങ്കിലും അരിശമോ ദേഷ്യമോ തോന്നിയിട്ടുണ്ടാവുമെന്ന് നമ്മുടെ കൈവിരൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ആ ആളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നടുവിരലിനെ ഒന്ന് പിടിക്കുക. പിടിച്ചിട്ട് 10 പ്രാവശ്യം ശ്വാസം നീട്ടിയെടുക്കുകയും വിടുകയും ചെയ്യുക. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ കോപം എന്ന വികാരം ബാലൻസ്ഡ് ആകും, കൺട്രോൾഡ് ആകും. ഇനി എല്ലാ വിരലിലും അല്പം കാലതാമസം നേരിട്ടുവെങ്കിൽ ഓരോ വിരലും ഇപ്രകാരം പിടിച്ചതിന് ശേഷം ശ്വാസം നീട്ടിയെടുക്കുകയും വിടുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ വികാരങ്ങളും തന്തുലാവസ്ഥയിലാകും. സമാധാനവും സന്തോഷവും സുഖനിദ്രയും ലഭിക്കുകയും ചെയ്യും. നന്ദി.